ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സത്യത്തിൽ അതിൻ്റെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഭരിക്കുന്നവർ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷവും. ഞാനതിൽ ഇക്കഴിഞ്ഞ ടേമിന് മുമ്പുള്ള ഈ കാലം, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അന്തരീക്ഷം രാജീവ് ഓർക്കുന്നുണ്ടോ? കേന്ദ്രത്തിൽ നിന്ന് 5-8 ഏജൻസികൾ കേരളത്തിലേക്ക് ഒരു കേസിൻ്റെ പുറത്ത്. ആ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ആ കേസിൽ ചില ആളുകൾ പോയി പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം ചെറിയ തോതിൽ. പക്ഷേ ഈ 7-8 അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഒരു സർക്കാരിനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടി മാസങ്ങളോളം ഈവൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് വരെ വന്നു, കേരളത്തിൽ വന്ന് തമ്പടിച്ചു. 6-7 മാസം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു. മാധ്യമങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും എന്ന വിധത്തിൽ വാർത്തകൾ ഹെഡ്ലൈൻ ഇട്ട് കൊടുത്തു. ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗം നമുക്കതറിയാം ആ കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ ടാർഗറ്റ് ചെയ്തത് കേന്ദ്രത്തിലെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചാണ്, എൻഫോഴ്സ്മെൻറ്റ് സംവിധാനത്തെ ഉപയോഗിച്ചാണ് അന്ന് ആ ടാർഗറ്റിംഗ് നടന്നത്. അതിനോട് അന്ന് ഇവിടുന്നുണ്ടായ റെസ്പോൺസ് ഈ പൊളിറ്റിക്കലാണ് എന്ന് തോന്നുന്നുണ്ടോ? അതൊരു ഫെഡറൽ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന വിധത്തിലായിരുന്നു അത്. അതിനെ യഥാർത്ഥത്തിൽ കേരളം ഒന്നാകെ എതിർക്കേണ്ടതായിരുന്നു. ഇത് നടന്നില്ല. കേരളത്തിലെ പോലീസിൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പിണറായി വിജയൻ്റെ വീഴ്ച എന്ന് പറയുന്നത്, ഒരു ഭരണാധികാരി എന്ന നിലയിൽ, സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഇത് കൈയാളുന്ന വകുപ്പിൻ്റെ മന്ത്രി ആയ മുഖ്യമന്ത്രി എന്ന നിലയിൽ നമുക്ക് ഡയറക്റ്റായി അക്യൂസ് ചെയ്യാനുള്ളത് അദ്ദേഹത്തെ തന്നെയാണ്. പക്ഷേ ലാർജർ പിക്ചർ കാണുമ്പോൾ പ്രശാന്ത് ഇവിടെ പറഞ്ഞ ഇതിൽ കേരളത്തിൻ്റെ പൊതുവായ ഒരു രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പ് ഇതിനെതിരെ ഉണ്ടായാൽ മാത്രമേ, പക്ഷെ അത്രമാത്രം അജൈലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല അതിനെയൊന്നും കാണാത്ത വിധത്തിൽ, കണ്ണിൽപ്പെടാത്ത വിധത്തിൽ ചെറിയ ചെറിയ ക്ഷുദ്രമായ കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ചുരുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫെഡറലിസത്തിന് നേരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ കയ്യേറ്റങ്ങളെ CPM പോലും ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവരും പോകുന്നത് ഇവിടെ കമ്മ്യൂണലി പോളറൈസ്ഡായ ഒരു വോട്ട് ബാങ്കിനെ എങ്ങനെ പിടിക്കാം എന്നതിലേക്കാണ്, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സീരീസിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ട്രാൻസിഷൻ നടക്കുന്ന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം അതിൻ്റെ ഏറ്റവും പെരിഫറലായ, ഏറ്റവും മേലെയുള്ള പദം മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചക്കെടുക്കുന്നത്. അതിന് താഴെയുള്ള കാര്യങ്ങൾ. അവിടെ കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ മുൻകാലത്ത് ഇപ്പോൾ നേരത്തെ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചുള്ളൂ, ഇപ്പോൾ ഭരണത്തിലിരിക്കുക എന്നുള്ളത് പ്രധാനമാണെങ്കിൽ കൂടി ഒരു കോർ ഐഡിയോളജി എന്ന് പറയുന്നൊരു സംഗതി അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിലിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ആത്മഹത്യാപരമാണ് എന്ന് പ്രശാന്ത് നേരത്തെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ഈ ഭരണത്തിൽ ത്യജിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. ഒരു സർക്കാർ, ഞങ്ങൾക്ക് കേന്ദ്രം വേണ്ട, നയപരമായി കേന്ദ്രവുമായിട്ട് പ്രശ്നമുണ്ട് എന്നതുകൊണ്ട് ഭരണം ത്യജിക്കാൻ പറ്റില്ല. രാഷ്ട്രീയമായി അതിനെ നേരിടുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അടുത്ത ഇലക്ഷൻ വിൻ ചെയ്യുക, മാൻഡേറ്റ് ഉണ്ടാക്കുക, ഇതല്ലേ ചെയ്യാനുള്ളൂ. അത് അവിടെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ പറയുന്ന എന്താ പറയുക, ഉപരിപ്ലവമായ കാര്യങ്ങൾക്ക് പുറത്ത് കുറേ കൂടെ ഡീപ്പറായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതേക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ശ്രമിച്ചിരുന്നു. ആ പാർട്ട് ഇപ്പോൾ തീരെ ഇല്ലാതാവുകയും വളരെ എന്താ പറയുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ജനങ്ങളെ സ്വാധീനിക്കാനിടയുള്ള ചില ചെറിയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്തുകയും ചെയ്യുക. അത് ഈ മൊത്തത്തിൽ ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, പോലീസുകാർക്ക് ഈ കേസ് ഇങ്ങനെ എടുത്താൽ മതി എന്ന് തോന്നുന്നൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, ആ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും അത് തുടർന്നുകൊണ്ടുപോകാനും വളരെ സഹായകമാവുകയാണല്ലോ. അല്ല, അതിൽ ഇതാണ് ഒന്ന് ഒരു ഇലക്ഷൻ വിൻ ചെയ്യുക എന്നത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അത് മാത്രമാവരുത്. ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുക എന്ന ഒരു പർപ്പസ് കൂടി ഉണ്ട്. ആ പാർട്ടിയിൽ നമ്മളുടെ മുൻ നേതാക്കന്മാർ, നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ രാഷ്ട്രീയം, ഒരു ബഹുജനത്തെ രാഷ്ട്രീയം പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ ഇന്നത്തെ നേതാക്കന്മാരെക്കാൾ കുറേ കൂടി വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡേഴ്സാണെങ്കിലും നാഷണൽ ലെവലിലുള്ള ലീഡേഴ്സാണെങ്കിലും ജനങ്ങളെ രാഷ്ട്രീയം പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല കേരളത്തിൽ. മറിച്ച് തൊട്ട് മുമ്പിലുള്ള ഇലക്ഷനെ ലക്ഷ്യമിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ മുമ്പ് ആണെങ്കിൽ നമുക്ക് EMSൻ്റെ കാര്യം പറയാം. EMS ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ്
അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അവതരിപ്പിക്കും, അതല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അവതരിപ്പിക്കും. അത് വെറും പെരിഫറൽ ആയിരിക്കില്ലായിരുന്നു. ഈ അത്തരത്തിലുള്ള നേതാക്കന്മാരേ ഇല്ല. ഏതെങ്കിലും തരത്തിൽ ഇതിനെ തിയറൈസ് ചെയ്ത് മുന്നോട്ട് വെക്കുന്ന, ഇതിലൊരു പേഴ്സ്പെക്റ്റീവ് അവതരിപ്പിക്കുന്ന, രാഷ്ട്രീയ പരിപ്രേക്ഷ്യം ഇതാണ് എന്ന് ജനങ്ങളോട് പറയുന്ന, അടിത്തട്ടിൽ അത്തരത്തിലുള്ള ചർച്ച കൂടി ട്രിഗർ ചെയ്യുന്ന പരിപാടി നടക്കുന്നില്ല. പകരം മുന്നിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ നെഗോഷിയേറ്റ് ചെയ്ത് പോവുക, രക്ഷപ്പെട്ടു പോവുക എന്ന ഒരു വഴി മാത്രമാണ് രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇഗ്നോർ ചെയ്യപ്പെടുകയും ഏറ്റവും മേലെ തട്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തമ്മിൽ അത് മുന്നിൽ വെച്ച് തമ്മിലടിക്കുകയും ചെയ്യുന്നു എന്ന സിനാരിയോയിലേക്ക് വന്നിരിക്കുന്നു. ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് നാം ഇവിടെ പൊതുവായി ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ സംഭവിക്കില്ല എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ട്രാൻസിഷൻ അടിത്തട്ടിൽ ചിലപ്പം സംഭവിക്കുന്നുണ്ടാകാം. അത് തെരഞ്ഞെടുപ്പിൽ പോലും റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.